ഭയപ്പെടുത്തുന്ന ഒരു കളമശ്ശേരി പോളിടെക്നിക്കിൽ പരിശോധന നടത്തിയപ്പോൾ അതിൽ യൂണിയൻ ഭാരവാഹികളെ SFI നേതാക്കളും അടക്കമുള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് പെട്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഹോസ്റ്റലുകളിൽ, കോളേജുകളിൽ ലഹരി മരുന്ന് വിപണനത്തിൻ്റെ കണ്ണിയായി SFI മാറിയിരിക്കുകയാണ്. ഞങ്ങൾ 2022 തന്നെ നിയമസഭയിൽ വിഷയം കൊണ്ടുവന്നപ്പോൾ ഒരു വാക്കുപയോഗിച്ചു, പൊളിറ്റിക്കൽ പേട്രണേജ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. രാഷ്ട്രീയ രക്ഷാകർതൃത്വമുണ്ട്. ലഹരി മരുന്ന് മാഫിയ കേരളത്തിൽ അവരുടെ നെറ്റ്വർക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചങ്ങലകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ലഹരി വിപണനത്തിൻ്റെ സംവിധാനങ്ങൾ. ഈ വർഷം 500 പേരാണെങ്കിൽ അടുത്ത വർഷത്തെ 5000 പേരാണ്. ആ കണ്ണികളെ വികസിപ്പിക്കുന്നതിൽ വലിയ പങ്ക് ഈ ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടന വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് CPM നേതൃത്വവും ഗവൺമെൻറ്റും കർശനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഇത് അപകടത്തിലേക്ക് പോകും. ഇപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു സംഘം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കറിയില്ലാത്തത്? അതിൽ SFI നേതാക്കളുണ്ട്. കോട്ടയത്ത് നിങ്ങൾക്കറിയാം, അവിടെ നടന്ന സംഭവത്തിൽ SFI നേതാക്കളാണ് അതിൻ്റെ അകത്ത് പ്രതികളായി മാറിയത്. ഇപ്പോൾ പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ പരിശോധന നടത്തുമ്പോൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ പഠിക്കാത്ത ആളുകൾ വന്ന് ബഹളമുണ്ടാക്കി. SFI നേതാക്കൾ പരിശോധനയ്ക്കെതിരായി. നിയമസഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കേരളത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാവരും കൂടി കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഇത് ഫോക്കസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഗവൺമെൻറ് കഴിഞ്ഞ 2 ആഴ്ചയായി ഈ പരിശോധനാ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത്. ആ പരിശോധനാ നടപടികളുമായി കേരളത്തിലെ മുഴുവൻ ആളുകൾ സഹകരിക്കും. ഞങ്ങളെല്ലാം പൂർണ്ണമായി സഹകരിക്കും. ആ പരിശോധനയ്ക്കെതിരായി അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് ആ ഹോസ്റ്റലിൽ ഇല്ലാത്ത ആളുകളാണ്. ഹോസ്റ്റലിലൊക്കെ ഇല്ലാത്ത ആളുകൾ അവിടെ പഠിച്ചു പോയവരും അവിടെ ക്യാമ്പ് ചെയ്യാണ്. മയക്കുമരുന്നിന് കാശ് ചോദിച്ചില്ലെങ്കിൽ കുട്ടികളെ റാഗ് ചെയ്യാണ്. ഇതാണ് ക്യാമ്പസിൽ നടക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ആരോപണവും ഞങ്ങൾ ഉയർത്തിയ ഉത്കണ്ഠയും ശരിവെക്കുന്ന കാര്യമാണ് ഇന്ന് കളമശ്ശേരിയിൽ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനിടയിൽ ഒരു വിശദീകരണവുമായി വന്നു. പ്രവർത്തകരെയൊക്കെയാണ് പിടികൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളിപ്പോൾ അവിടെ പോയി നോക്കിയോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയത് ആരാ? ഞങ്ങളുടെ ആളുകൾ വന്നത് ഈ പ്രതികളെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അറസ്റ്റ് ചെയ്യണം, ഒരാളെ പോലും വിടരുന്നതാണ്. ഇപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് വെച്ചതിൻ്റെ പേരിൽ ചില ആളുകളെ വിട്ടു, പക്ഷെ വലിയ ക്വാണ്ടിറ്റിയാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. 2 കിലോ കഞ്ചാവ് ഒരു പോളിടെക്നിക്കിന്റെ ഹോസ്റ്റലിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ വരെ ഇൻവോൾവ് ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അവരിപ്പം മറച്ചു വെച്ചിട്ട് ഒന്നും പറഞ്ഞാൽ ആവൂലല്ലോ, നുണ പറഞ്ഞാൽ ആവൂലല്ലോ. അല്ല, അതല്ല, അവരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അറിയണ്ടേ. വിദ്യാർത്ഥി സംഘടന എത്ര സംഭവത്തിലാണ്? ഏതെങ്കിലും സിംഗിൾ ഐസൊലേറ്റഡ് ഇഷ്യൂലാണെങ്കിൽ ഞങ്ങളത് പറയില്ല. ഞാനതുകൊണ്ടാണ് പൂക്കോട് മുതൽ പറയുന്നത്. എല്ലാ ഹോസ്റ്റലുകളിലും ഇതാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതാണ്. അവിടുത്തെ യൂണിയൻ മുറി എന്ന് വെച്ചാൽ ഇടിമുറിയാണ്. ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയല്ലേ, അവനോട് കൊടി കെട്ടാൻ വേണ്ടി കൊടിമരത്തിൽ കയറാൻ പറഞ്ഞു. ഭിന്നശേഷിക്കാരൻ, കാലിൽ വയ്യാത്ത ആളോട്. അയാൾക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ യൂണിയൻ മുറിയിൽ കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ഭയങ്കരമായ ഡ്രഗ്സാണ് എല്ലാ സ്ഥലത്തും. ഇവരെതിരെ പിന്തുണ കൊടുക്കുകയാണ്.